നമസ്കാരം. നമുക്കിന്ന് വാരിക്കോസ് വെയിൻ എന്ന് പറയുന്ന അസുഖത്തെപ്പറ്റി സംസാരിക്കാം. ഞാൻ ഡോക്ടർ രഞ്ജിഷ്, കൺസൾട്ടൻറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ. അപ്പോൾ ഈ സിരകളിൽ അല്ലെങ്കിൽ വെയിനിൽ ഉണ്ടാകുന്ന തകരാറാണ് വാരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. ഈ വെയിൻസിൽ കുറേ വാൽവുകളുണ്ട്. ബ്ലഡ് താഴെ നിന്ന് മുകളിലോട്ടേക്ക് മാത്രമേ, തിരിച്ച് ഹാർട്ടിലേക്ക് മാത്രമേ പോവുള്ളൂ. തിരിച്ച് വരാൻ പാടില്ല. അപ്പോൾ വാൽവ് തകരാറിലാവുമ്പോൾ ബ്ലഡ് തിരിച്ചു വരികയും കൂടുതൽ ബ്ലഡ് കെട്ടിക്കിടക്കുമ്പോൾ വെയിൻ വീർത്ത് വീർത്ത് വരുന്നതിനാണ് വാരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി കാലിലേക്ക് കൂടുതൽ ബ്ലഡ് കെട്ടിക്കിടക്കുന്നതുകൊണ്ടാണ് കാലിൽ നീര് വരുന്നതും, അതേപോലെ ബ്ലഡാണ് കെട്ടിക്കിടക്കുന്നത്, അതുകൊണ്ടാണ് ആ കളർ വ്യത്യാസങ്ങളൊക്കെ വരുന്നത്. അതേപോലെ പൊട്ടി ബ്ലീഡിങ് വരാനൊക്കെയുള്ള കാരണം ബ്ലഡ് തിരിച്ചു പോകാതെ കെട്ടിക്കിടക്കുന്നതുകൊണ്ടാണ്. വാരിക്കോസ് വെയിന് വരാനുള്ള പ്രധാനമായ കാരണങ്ങൾ എന്ന് പറയുന്നത് കുറേയൊക്കെ നമ്മൾ ജനിച്ചപ്പോൾ തന്നെയുള്ള നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടും, പിന്നെ ഒബിസിറ്റി, അമിതവണ്ണം, കൂടുതൽ നിൽക്കുന്ന ജോലികൾ, അതേപോലെ സ്ത്രീകളിൽ പലപ്പോഴും പ്രഗ്നൻസിക്ക് ശേഷം എന്തെങ്കിലും ആക്സിഡൻറ്റുകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, സർജറി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വാരിക്കോസ് വെയിൻസ് കാലിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൻ്റെ തുടക്കത്തെ ഒരു സ്റ്റേജിലെ ആളുകൾക്ക് ചെറിയ ലക്ഷണങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ചെറിയ കടച്ചിലുകൾ, വേദന. അത് കുറച്ചും കൂടെ കൂടി വരുമ്പോൾ കാല് കടച്ചിലൊക്കെ കൂടി കാലിലേക്ക് നീര് വന്ന് സ്കിന്നിന് കളർ ചേഞ്ചസ് ഒക്കെ വരും. ഒരു കുറച്ച് ഡാർക്ക് കളറാവും, കറുത്ത കളറിലേക്ക് മാറാം. ചൊറിച്ചിലൊക്കെ വന്ന് കാലിൽ ചെറിയ മുറിവുകൾ ഉണ്ടാകാം. വ്രണങ്ങൾ ഉണ്ടായിട്ട് ഉണങ്ങാത്തതുപോലെ ലോങ് സ്റ്റാൻഡിങ് അൾസേഴ്സ് ആയിരിക്കും ചില ആളുകളിൽ. പിന്നെ ബ്ലീഡിങ് ഉണ്ടാവും, വാരിക്കോസ് വെയിൻ പൊട്ടിയിട്ട് കാലിൽ ബ്ലീഡിങ് ഉണ്ടാവും. ഇങ്ങനെ പല പല ലക്ഷണങ്ങളായിട്ടാണ് വാരിക്കോസ് വെയിൻ ആളുകൾ നമ്മളെ ഡോക്ടർമാരെ കാണിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. ചികിത്സിക്കുന്നതിന് മുമ്പേ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ടെസ്റ്റുകളാണ്. ആദ്യം നമ്മൾ നോക്കും പേഷ്യൻറ്റിൻ്റെ കാലിലേക്ക് രക്തോട്ടം നോർമൽ അല്ലേ എന്ന് നോക്കും. കാരണം വാരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് ഒരു അശുദ്ധ രക്തക്കുഴലാണ്. അതേസമയം ശുദ്ധ രക്തക്കുഴലിന് ബ്ലോക്കുകളൊന്നും ഇല്ലയോ എന്ന് ആദ്യം പരിശോധിക്കും. അത് നമുക്ക് ക്ലിനിക്കലി നമുക്ക് കൈകൊണ്ട് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും. അത് കഴിഞ്ഞാൽ വാരിക്കോസ് വെയിൻ എത്രത്തോളം കൂടുതലുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് സ്കാനിങ്. ഡോപ്ലർ സ്കാനിങ് ആണ് ചെയ്യുക. ഇപ്പോൾ വാസ്കുലർ സർജറി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പല ഡോക്ടർമാരും സ്കാനിങ് നമ്മുടെ ഒ പി തന്നെ ഉണ്ടാവും. അപ്പോൾ പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ പരിശോധന കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം വാരിക്കോസ് വെയിൻ എത്രത്തോളം കൂടുതലുണ്ട്, ഇത് ചികിത്സിക്കാൻ മാത്രം അത്രയും കൂടുതലുണ്ടോ, അതല്ല നമുക്ക് ചെറിയ ചെറിയ നമ്മുടെ ജീവിത രീതിയിലുള്ള ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രം മതിയോ, മരുന്നുകൾ മതിയോ, അതിലല്ല ബാൻഡേജോ അല്ലെങ്കിൽ സ്റ്റോക്കിങ്സോ മാത്രം ഇട്ടാൽ മതിയോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റും ഒ പിയിൽ കാണുമ്പോൾ തന്നെ. കാരണം വളരെ ഏർലി സ്റ്റേജിലാണെങ്കിൽ നമ്മൾ വാരിക്കോസ് വെയിൻ ഒരു ഓപ്പറേഷൻ പോലെയുള്ള അല്ലെങ്കിൽ ലേസർ പോലെയുള്ള ചികിത്സകളിലേക്ക് പോകേണ്ട നിർബന്ധമില്ല. സോക്സോ സ്റ്റോക്കിങ്സുമായിട്ട് കാലിൻ്റെ അളവൊക്കെ എടുത്തിട്ട് മെഷർ ചെയ്യുന്ന സ്റ്റോക്കിങ്സോ അല്ലെങ്കിൽ ബാൻഡേജുകളൊക്കെ ഉപയോഗിച്ചാൽ മതിയാവും. അതേസമയം നമ്മുടെ കാലിൽ ഈ വാരിക്കോസ് വെയിൻ കൊണ്ടുള്ള ലക്ഷണങ്ങൾ വളരെ കൂടുതലാണെങ്കിലും സ്കാനിങ് പ്രകാരം നല്ലോണം അധികമായിട്ട് വാരിക്കോസ് വെയിൻ ഉണ്ടെങ്കിൽ നമ്മൾ വാരിക്കോസ് വെയിൻ്റെ സർജറി പോലത്തെ ചികിത്സകൾ നിർദ്ദേശിക്കും പേഷ്യൻസ്. സർജറി എന്ന് പറയുമ്പോൾ മുമ്പേ ചെയ്തിരുന്നത് പോലെ ഓപ്പൺ സർജറി അല്ല, ഇപ്പോൾ വളരെ കുറച്ച് ഓപ്പൺ സർജറീസ് ചെയ്യുന്നത്. മിനിമലി ഇൻവേസീവ്, ചെറിയ താക്കോൽ ദ്വാരം പോലെ സൂചി കുത്തി ചെയ്യാൻ പറ്റുന്ന ചികിത്സകളാണ് ഇപ്പോൾ അധികം ചെയ്യുന്നത്. തരിപ്പിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ലോക്കൽ അനസ്തീഷ്യയിൽ. അതായത് അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ രോഗി നമ്മൾ രാവിലെ നടന്ന് വന്നിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, പ്രൊസീജിയർ കഴിഞ്ഞാൽ അത് കഴിഞ്ഞൊരു 2 മണിക്കൂർ 3 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമുക്ക് നടന്ന് വീട്ടിലേക്ക് പോകാൻ പറ്റും. അതാണ് ലോക്കൽ അനസ്തീഷ്യയിൽ ചെയ്യുന്ന മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സിൻ്റെ ഗുണം. മിനിമലി ഇൻവേസീവ് പ്രൊസീജിയേഴ്സിന് പലതരത്തിലുണ്ട്. ലേസർ ചികിത്സയാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. അതിൻ്റെ കൂടെ നമുക്ക് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ഉണ്ട്, പിന്നെ ഗ്ലൂ ഇംപ്ലാന്റേഷൻ തെറാപ്പി ഉണ്ട്, സ്ക്ലീറോതെറാപ്പി എന്ന് പറയും, ഫോം സ്ക്ലീറോതെറാപ്പി. ഈ ഫോം സ്ക്ലീറോതെറാപ്പി പലപ്പോഴും സർജറിയുടെ കൂടെയും ലേസറിൻ്റെ കൂടെയൊക്കെ കമ്പൈൻ ചെയ്തിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറും കൂടിയാണ്. ലേസർ ചികിത്സ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കാനിങ് ചെയ്ത് നോക്കി ലേസർ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ രോഗിക്ക് ചെറിയ ബേസിക് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്യും. നമ്മൾ ഷുഗർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി ഒരു ദിവസം രാവിലെ വന്ന് ചെയ്ത് കഴിഞ്ഞാൽ, ലോക്കൽ അനസ്തീഷ്യയിൽ ചെയ്ത് കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞു 2 മണിക്കൂർ 3 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് നടക്കാം. ഒരാഴ്ചയെങ്കിലും നമ്മൾ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ബാൻഡേജ് കെട്ടാനും കുറച്ചൊക്കെ റെസ്റ്റ് എടുക്കാനും പറയും. എന്നാലും എത്രയും വേഗം നമുക്ക് തിരിച്ച് ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചികിത്സയാണ് ലേസർ ചികിത്സ. ഗ്ലൂ തെറാപ്പിയും ഏകദേശം ഇതേപോലെയൊക്കെ തന്നെയാണ്. ഒട്ടിക്കുന്നതായതുകൊണ്ട് തരിപ്പിക്കാനുള്ള സൂചി മാത്രം വെച്ചിട്ട് അപ്പം തന്നെ നടന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ചികിത്സയാണ് ഗ്ലൂ തെറാപ്പി. ഇതിലും ഏകദേശം ഒരു 3-4 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് തിരിച്ച് ജോലിയിലേക്ക് പ്രവേശിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റും.